സന്ധ്യയെ ചിരിച്ചു, മധ്യാഹ്ന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻ ജന്മം. നീ തൊട്ടുണർത്തി ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ. ഹേമ, അല്ല ഹേമാംബിക എന്താ പുറത്തു വെച്ച് കാണുന്നു പറഞ്ഞത്? കല്യാണം അടുത്തോണ്ടിരിക്കുകയാണ്. എങ്കിലും എന്റെ മനസ്സില് അത്ര സുഖകരമായിട്ടല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. അല്ല അതിലിപ്പം എന്താ സംഭവിച്ചേ? ഈ കല്യാണത്തിൽ എനിക്ക് ഉത്കണ്ഠയുണ്ട്. തുടക്കം മുതലേ ഞാൻ പറഞ്ഞ കാര്യം അത്. കല്യാണത്തിന്റെ ആർഭാടങ്ങൾക്കൊന്നും ഒരു കുറവും വരില്ല. ആർഭാടം മാത്രം പോരല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ മൂത്ത മകന്റെ കല്യാണം എങ്ങനെയായിരുന്നോ അതിനേക്കാളും മുകളിൽ തന്നെ ഒരു പടി മുകളിൽ നിൽക്കണം എന്റെ ഇളയ മകന്റെ കല്യാണം എന്നാണ്. കാരണം എന്റെ തറവാട്ടിൽ ഇനി ഒരു കല്യാണമില്ല. ആഭരണത്തിന്റെ കാര്യത്തിലായാലും കല്യാണ പകിട്ടിന്റെ കാര്യത്തിലായാലും ഒരു കുറവും ഉണ്ടാവരുത്. ഞങ്ങൾ ഈ കല്യാണാലോചനയുമായി മുന്നോട്ട് പോകാൻ തന്നെ തയ്യാറായത് ദേ രാമനാഥനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അല്ലാതെ ആർക്കേ അല്ല ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്. നിങ്ങളെയാണ് ഞാൻ ആദ്യമായി കോണ്ടാക്ട് ചെയ്തത്. നിങ്ങളുമായാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. അല്ല ഹേമാംബിക ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ മനസ്സിലുള്ളതൊട്ട് തുറന്നു പറയുന്നുമില്ല. നരേന്ദ്രൻ പറയുന്നത് സ്ത്രീധനമേ വേണ്ട, നിങ്ങളൊട്ടത് ചോദിക്കുന്നുമില്ലെന്നാ. ഹേമാംബിക ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ദേ എനിക്കൊറ്റ ഡിമാൻഡേ ഉള്ളൂ. എന്റെ മോന്റെ വിവാഹം കണ്ടിട്ട് ഒരാള് പോലും കുറ്റം പറയരുത്. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതിനെന്താ വേണ്ടേന്ന് വെച്ചാ നിങ്ങൾ ആലോചിക്കേ. ഓ എന്നപ്പനെ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ആ കല്യാണം CD ഇട്ടൊന്ന് കാണാൻ നോക്കാം. ഹേമാംബികക്ക് തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആർക്കോട് വിളി സംസാരിക്കാം. ഞങ്ങളൊരു പെൺകുട്ടി അങ്ങോട്ട് അയക്കുന്നതേ അവിടെ ജീവിക്കാനാ, അല്ലാതെ ബന്ധുക്കളുടെ മുന്നിൽ ഷോ കാണിക്കാനല്ല. ഹേമാംബിക നല്ലോണം ആലോചിക്കുക, എന്നിട്ട് ഒരു തീരുമാനം എടുക്കുക. വിവാഹം ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഒരു വിവാഹ മണ്ഡപവും ബുക്ക് ചെയ്തു. അതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഈ തീരുമാനിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങുന്നത് ആദ്യമായിട്ടൊന്നല്ലോ. കതിർ മണ്ഡപത്തിൽ വെച്ച് എത്രയോ വിവാഹം നടക്കാതെ പോയിട്ടുണ്ട്. ഞങ്ങൾക്കതിൽ യാതൊരു പേടിയും നിരാശയും ഉണ്ടാവില്ല. അവസാനമായി ഞാൻ ഹേമാംബികയോട് ഒന്ന് പറയാം. നിങ്ങളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സംസാരമൊന്നും മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് വല്ല ഡിമാൻഡോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾക്കത് പറ്റിയില്ലെങ്കിലും ഞങ്ങളത് തുറന്നു പറയും. ഈ വിവാഹം രണ്ടു കൂട്ടർക്കും പരസ്പരം വേണ്ടെങ്കിൽ എല്ലാം നമുക്കത് അവസാനിപ്പിക്കാം. എന്ത് വേണമെന്ന് ആലോചിച്ചിട്ട് അറിയിക്കും. ഞാനിപ്പോ തൽക്കാലം പോകുന്നു. ശരി. പാറു, ഇതൊക്കെ നോക്കിയായിരുന്നോ? ഇനിയെങ്കിലും എന്റെ മോളൊന്ന് സന്തോഷിക്കേ. അമ്മ, എന്റെ സന്തോഷത്തിന് ഒരു കുറവുമില്ല. ഞാൻ ഈ വിവാഹമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. നന്നായി മോളെ. പാറു, ഇതെല്ലാം ഒന്ന് നോക്കിയേ. ഇതൊന്ന് വെച്ച് നോക്കിയേ. നോക്കി നോക്ക്. അതിങ്ങെടുത്തമ്മേ. നന്നായിട്ടുണ്ട്. മോളിത് നോക്ക്.
ഇതെനിക്ക് നന്നായി ചേരുന്നു അല്ലേ അമ്മേ? നന്നായിട്ടുണ്ട്. ഇപ്പോഴാ മോളെ എന്റെ മനസ്സിനൊരു ആശ്വാസം തോന്നി. നീ വെറുതെ വിഷമിച്ചിരുന്നെങ്കിലോ? എന്തിനെ? നീ സമ്മതിച്ചില്ലെങ്കിലോ എന്ത് ചെയ്യായിരുന്നു എന്നുള്ള സങ്കടം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറി. ഹലോ അരുൺ. അവിടെ കല്യാണം ഒരുക്കൊക്കെ ഏതുവരെ? ഇവിടെ കല്യാണത്തലേന്നിന്റെ തിക്കും തിരക്കൊക്കെ ഉണ്ട്. ആളുകൾ വന്നും പോയിരിക്കുന്നു. ഇവിടെയും ഗംഭീരാഘോഷമാണ് നടക്കുന്നത്. ആണോ? വീടും മുറ്റവും നിറയെ ആൾക്കാരാണ്. ആഘോഷം തിരക്കൊക്കെ അല്ലേ? പിന്നെന്താ വിളിച്ചത്? എനിക്ക് പാറുവിനോട് സംസാരിക്കണം തോന്നി. അതുകൊണ്ട് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഞാൻ മാറിന്ന് വിളിക്കുക. ആ, അരുൺ വിളിച്ചപ്പോ ഞാനും വീടിന്റെ ഒരു ഭാഗത്ത് ഫോണുമായിട്ട് വന്നതാ. എന്നെ ഇപ്പൊ എല്ലാരും അന്വേഷിക്കുന്നുണ്ടാവും. നമുക്കിന്ന് പകലൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. കുറച്ചു നേരമെങ്കിലും സംസാരിക്കാം. അയ്യോ, എന്താ ഇത്? എന്നെ ഇപ്പൊ എല്ലാരും അന്വേഷിക്കും. ഓ പിന്നെ എന്നെ ഇവിടെ ആരും അന്വേഷിക്കാതിരിക്കല്ലേ? താൻ നിൽക്കണോ? നാളെ ആകാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. നാളെ ഈ സമയം പാറു എൻ്റെ കൂടെ എൻ്റെ മുറിയിലായിരിക്കും. പാറു, ഞാൻ വിളിക്കാം. എന്താ നീ ഇവിടെ ഒളിച്ചിരുന്ന് അവളെ വിളിക്കുമായിരുന്നു എന്ന് എനിക്ക് അറിയായിരുന്നു കേട്ടോ. ഞാൻ അവളെ വിളിക്കുന്നില്ല. എന്താ തെറ്റ്? അവിടെയുള്ള കാര്യങ്ങൾ അറിയാനല്ലേ വിളിച്ചത്. പെണ്ണിന്റെ വീട്ടിലെ വിശേഷങ്ങൾ അറിയേണ്ടത് മുതിർന്ന ആൾക്കാരാ. നീ താഴേക്ക് വാ, മിനിസ്റ്റർ വന്നിട്ടുണ്ട്. അദ്ദേഹം നിന്നെ അന്വേഷിക്കുന്നു. വാ ഇങ്ങോട്ട്. കിട്ടുന്ന സമയം നോക്കി സൊള്ളാൻ നടക്കുന്നു. ദേ, സ്വന്തം വില കളഞ്ഞു കുളിക്കല്ലേ. നാളെ ഈ വീട്ടിൽ വരാനുള്ള പെണ്ണല്ലേ. വരാൻ ഇങ്ങോട്ട് വാ. ഓ വരാം. മോനെ, എനിക്കറിയാം മോനെ നിന്റെ മനസ്സിലെ സങ്കടം. നീ ഇത് വിട്ടേക്ക്. ഇപ്പൊ അവളുടെ താലികെട്ട് കഴിഞ്ഞു കാണും. പാറുമോളിനി മറ്റൊരുത്തന്റെ ഭാര്യയാ. അവളിനി പഴയ പെണ്ണല്ല. അവള് മറ്റൊരുത്തന്റെ ഭാര്യ ആയതിലല്ല എന്റെ സങ്കടം. അമ്മയ്ക്കറിയാലോ, ഞാൻ കുട്ടിക്കാലം മുതലേ ഒന്നിനു വേണ്ടി വാശി പിടിക്കാറില്ലെന്ന്. എനിക്കറിയാം അർഹിക്കാത്തത് മോഹിക്കാൻ പാടില്ലെന്ന്. അവളൊരു ചതിക്കുള്ളിൽ ചെന്ന് വീണതിന്റെ വേദന എനിക്കുള്ളത്. അതിന്റെ കാരണവും ഞാൻ തന്നെയാ. അവളെക്കുറിച്ച് വേദനിപ്പിക്കുന്ന വാർത്ത കേട്ട എനിക്ക് സഹിക്കാൻ പറ്റുമോ? മോനെ, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നത്? നമുക്കൊന്നിനും കഴിയാത്ത കാര്യങ്ങളാ. നമ്മളെ വെറും മനുഷ്യരല്ലേ മോനെ. എല്ലാവരെയും രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? ജനിക്കുമ്പം തന്നെ എല്ലാവരുടെയും വിധി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ
നീ ഒരു കൃഷിക്കാരനായിട്ട് ഈ മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കുന്നത്? നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിന്റെ തലവര നിനക്ക് തന്നെ മാറ്റായിരുന്നു. ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ നിനക്ക് ജോലി കിട്ടിയേനെ. നീ എന്തുകൊണ്ട് അതിന് ശ്രമിക്കാതിരുന്നേ? അതാ, ചിലതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഞാൻ കാരണം ഒരാൾ രക്ഷപ്പെട്ടു, ഞാൻ കാരണം ഒരാൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള ചിന്തയൊക്കെ മാറ്റിവെക്കണം. എല്ലാം ഈശ്വരേച്ഛ പോലെ തന്നെ നടക്കും. ആ ദാ മോരുവെള്ളം, ദാ ഇത് കുടിച്ചിട്ട് ജോലി തീർത്ത് കയറി വരാൻ നോക്ക്. ദാ പിടിക്ക്. നിന്നെ കല്യാണത്തിന് അയക്കരുതെന്ന് എന്നെ വിളിച്ചു പറഞ്ഞത് രാമേട്ടനാ. ആർക്കേ പറയാതെ രാമേട്ടൻ അങ്ങനെ പറയില്ല. അതെനിക്കറിയാം. നീ അനീതിയുടെ കല്യാണത്തിന് ചെല്ലുന്നതില് രാമേട്ടന് സന്തോഷമേ ഉള്ളൂ. എത്രയോ പേരെ ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകുന്നത്. ഞാൻ എന്റെ അനീതിയുടെ കല്യാണം കാണാൻ പോകുമ്പോ അയാൾ എന്തിനാ തടയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മകളുടെ സ്ഥാനം അയാളുടെ മനസ്സിൽ എവിടെയെങ്കിലും എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അയാൾ തടയില്ലായിരുന്നു. അത്രയ്ക്ക് ക്രൂരാ മനുഷ്യന്റെ മനസ്സ്. ആർക്കേം മനഃപൂർവ്വം നിന്നെ തടഞ്ഞതല്ല മോളെ, അതിനൊരു കാരണമുണ്ട്. ആർക്കെ ആ കേസിൽ തോറ്റത് നീയുമായി അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണെന്ന് ചിലര് പറഞ്ഞു നടക്കുന്നുണ്ട്. ആർക്കെ നിനക്ക് വേണ്ടി തോറ്റു തന്നു എന്നാ പ്രചരണം. അല്ലാതെ പെണ്ണിന്റെ കഴിവിനെ ആരും അംഗീകരിച്ച് തരില്ലല്ലോ. ഇങ്ങനൊരവസ്ഥയിൽ നീ അവിടെ നിൽക്കുന്നത് കണ്ട പാറു സ്വന്തം ചേച്ചിന്ന് അറിയില്ലെങ്കിലും നിന്നെ കതിർമണ്ഡപത്തിലേക്ക് ക്ഷണിക്കും. ഇതൊക്കെ മറ്റുള്ളവർ കാണില്ലേ? അപ്പോ ആളുകൾ പറയുന്നത് സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമാവും. അതൊക്കെ കൊണ്ടാ നീ കല്യാണത്തിന് പങ്കെടുക്കരുതെന്ന് രാമേട്ടൻ പറഞ്ഞത്. ആർക്കെയുമായി നമുക്ക് ഇടപാടൊന്നും ഇല്ലെന്നുള്ള കാര്യം മറ്റാരേക്കാളും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യം. നമ്മളത് ചെയ്തേ പറ്റൂ. നിനക്കെന്താ ഇത്രയായിട്ട് അത് മനസ്സിലാവാത്തത്? ആർക്കെയുടെ കുടുംബവുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. നമ്മൾ എങ്ങനെ ജീവിച്ചോ അതുപോലെ ഇനിയും ജീവിക്കും. അതിൽ കവിഞ്ഞൊന്നും മോൾ ആഗ്രഹിക്കരുത്. ഇവിടെ വെക്കേ. ആ വാങ്ങിച്ചോ, വെക്കേ.
ഇതാണോ അരുണിന് സ്ത്രീധനമായിട്ട് കിട്ടിയ കാറ്? ഇതൊരു ആവറേജ് കാറല്ലേ? സ്ത്രീധനത്തിന്റെ കാര്യം ശോകമാണ്. അപ്പോ അകത്തു പോയ അപ്പച്ചിയുടെ അവസ്ഥ കാണാം. നിങ്ങളുടെ റൂം മുകളിലാ. അളിയ ഞാൻ ഇപ്പൊ വരാം. അരുൺ ഒന്ന് നിന്നേ. നിനക്ക് സമ്മാനമായി കിട്ടിയ കാറാണോ ആ മുറ്റത്ത് കിടക്കുന്നേ? അതെ. നീ എന്തിനാ ചിരിക്കുന്നത്? നിനക്ക് കുറഞ്ഞതേ ഒരു 80 ലക്ഷത്തിന്റെ കാറെങ്കിലും അവർ സ്ത്രീധനമായിട്ട് തരേണ്ടതാ. ഇത് തീരെ വില കുറഞ്ഞു പോയി. അതിന് നിനക്കെന്താ എത്ര സങ്കടം? ദേഷ്യപ്പെടാതിരുന്നേ. സിതാര പറഞ്ഞത് സത്യമായ കാര്യമാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ കളിയാക്കി പറയുന്നത് ഇത് വില കുറഞ്ഞ കാറാണെന്നാണ്. എനിക്ക് മനസ്സിലാകാത്തത് ഈ വില കുറഞ്ഞ കാറ് കൊണ്ട് വിവാഹ മണ്ഡപത്തിലിടാൻ അവർക്ക് എങ്ങനെ തോന്നിയെന്നാ. എന്നാലും അരുണേ, നിന്റെ തൊലിക്കെട്ട് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അതെ, അരുൺ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അവൻ അവളെ വിവാഹം കഴിച്ചു. ഇനി എന്തിനാ കുറ്റവും കുറം കണ്ടെത്തുന്നത്? നിന്റെ അച്ഛനോ പോയി? അച്ഛൻ ഇതൊന്നും കാണാനും കേൾക്കാനും വയ്യാന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോയി. ഹലോ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പിന്നെ ആവായിരുന്നു. കണ്ടതും കേട്ടതും ഞാൻ പറയും. അതിനിപ്പോ എന്താ? അവള് പറഞ്ഞത് സത്യോ? അതെന്തിനാ പിന്നത്തേക്കാക്കി മാറ്റുന്നത്? നരേട്ടൻ ഇങ്ങോട്ട് വന്നതേയില്ല. ഛേ, നാണം കെട്ടൂന്ന് പറയാതെ എന്ത് ചെയ്യാനാ? തീർന്നിട്ടില്ല. സിത്താര ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇവള് വെറുതെ വന്നതല്ല, മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് ഈ വരവ്. പാറു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് അഴിച്ചു വെക്കും. പാർവതിക്ക് ആവശ്യമുള്ള എല്ലാ ഡ്രസ്സും അലമാരയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വലിയൊരു തയ്യാറെടുപ്പോടെയാ അവൻ നിന്നെ കാത്തിരിക്കുന്നത്. ആഹാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവളൊന്ന് ഡ്രസ്സ് മാറിക്കോട്ടെ. നിന്നോടോ നിന്റെ അച്ഛനോടോ ഞാൻ കാർ എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ? ഞാൻ സ്ത്രീധനമായി ആരോടൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ലല്ലോ. എന്താരണേ നീ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? മുറ്റത്ത് വില കുറഞ്ഞൊരു കാർ കൊണ്ടിട്ടിട്ടുണ്ട്. പാറുവിന്റെ അച്ഛൻ വിവാഹത്തിന് സമ്മാനമായി തന്നതാണെന്ന്. ഇതേ കാർ കല്യാണ സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കായിരുന്നു ആൾക്കാരെ കാണിക്കാൻ. എനിക്കതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി. പിന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എന്നെ പരിഹസിക്കുക. എന്നെ അപമാനിക്കാനല്ലേ പാറുവിന്റെ അച്ഛൻ ഇങ്ങനൊരു കാര്യം ചെയ്തത്? ആ കിടക്കുന്നത് പോലത്തെ ഒരു കാറിൽ ഞാൻ കേറാറ് പോലുമില്ല. എന്തിനാ നാണം കിടത്താൻ കളിപ്പാട്ടം പോലുള്ള ഒരു കാർ ഇവിടെ കൊണ്ടുവന്നിട്ടത്? അത് ആർക്ക് സഞ്ചരിക്കാനാ? അമ്പാടിക്കാരും ഇതുപോലെ സൗകര്യമില്ലാത്ത ചപ്പടാച്ചി കാറിൽ സഞ്ചരിക്കാറില്ല. അമ്പാടിക്കാരുടെ സ്റ്റാറ്റസ് അതിന് അനുവദിക്കില്ല. അനുനെ, അവൾ ഇങ്ങ് വന്ന് കേറിയല്ലേ ഉള്ളൂ. അവളോട് ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. അവൾ അറിഞ്ഞ കാര്യമാണോ ഇതൊക്കെ? എന്താണ് സമ്മാനമായി തരാൻ പോകുന്നതെന്ന് ഇവളുടെ അച്ഛൻ ഇവളോട് പറയാതിരിക്കോ? ഏട്ടത്തെ എന്നെ മണ്ടനാക്കാനും നോക്കണ്ട. എനിക്കൊരു കാർ തരാൻ ഇവളുടെ അച്ഛൻ തീരുമാനിച്ചാൽ അത് എന്നോട് ചോദിക്കണം. പോട്ടെ അരണേ, അത് വിട്ടേക്ക്. വന്നു കയറിയ ഉടനെ അവളെ സങ്കടപ്പെടുത്താതെ. ഏട്ടത്തിൽ നിന്ന് താഴേക്ക് വാ. എന്റെ തുലി ഉരിഞ്ഞ ഞാൻ ഇങ്ങോട്ട് വന്നത്. സിത്താരയും എന്റെ ഫ്രണ്ട്സും താഴെ വെച്ച് ആ പാട്ടക്കാരന്റെ പേരിൽ എന്നെ നാണം കെടുത്തി. ഇങ്ങനൊരു കാർ അമ്പാടി മുറ്റത്ത് കിടക്കുന്ന നമുക്ക് നാണക്കേടാ.
പാർവതി കരയാതെ. അരുൺ അങ്ങനെ പറയാൻ പാടില്ലാത്ത തന്നെയാ. അവൻ അങ്ങനെയാ, മനസ്സിലുള്ളത് തുറന്നു പറയും. അവന് പാറുവിനോട് ദേഷ്യമൊന്നുമില്ല. പാർവതി അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. പാർവതി ഇനി ഈ വീട്ടിലെ ഒരാളല്ലേ, അതൊന്നും കാര്യമാക്കണ്ട. ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. ഞാൻ താഴേക്കൊന്ന് ചെല്ലട്ടെ. നമ്മൾ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമാധാനക്കേടുണ്ടാക്കാന്ന് മാത്രം. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായമല്ല ഞാൻ ചോദിച്ചത്, ഉപദേശം നിർത്തിക്കോണം. കല്യാണത്തിന് മുമ്പ് തന്നെ മുന്നറിയിപ്പ് കൊടുത്തതാണ്. പലവട്ടം രാമനാഥനോട് സംസാരിച്ചതുവാ. എന്തിന്? അമ്പാടി ഹേമാംബിക നാണം കെട്ട് പോവാതിരിക്കാൻ. കല്യാണം ആർഭാടമായി നടത്തണമെന്നും ആരും മോശമായി ഒന്നും പറയരുതെന്നും പറഞ്ഞിട്ട് ആ നാണം കെട്ട കൂട്ടര് കാട്ടിക്കൂട്ടി വച്ചതെന്താ? മുറ്റത്തൊരു കളിവണ്ടി കൊണ്ട് ഇട്ടിരിക്കുന്നു. അമ്പാടിക്കാരെ പരിഹസിക്കാൻ ഇതിൽ പര അപമാനം വേറെ എന്തുണ്ട്? ഓഡിറ്റോറിയത്തിന്റെ മുന്നിലും ആ കളിവണ്ടി കൊണ്ട് ഇട്ടിരുന്നു, നാട്ടുകാർക്കും ഗസ്റ്റുകൾക്കും ചിരിക്കാനായിട്ട്. അതിനെ കെട്ടിവലിച്ച് എവിടെയെങ്കിലും കൊണ്ട് കള. അമ്പാടി വീട്ടുമുറ്റത്ത് അങ്ങനെ ഒരു കാറ് കിടക്കാൻ പാടില്ല. ആരാ അത് ഇവിടെ കൊണ്ടിട്ടത്? ഷോറൂംകാരാണ് മണ്ഡപത്തിൽ ഇവിടെയും കാറ് കൊണ്ടുവന്നിട്ടത്. അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചാവും. ദേ, ആ കളിവണ്ടി ഓഡിറ്റോറിയത്തിൽ കണ്ടപ്പോ തന്നെ മോൾ അപ്പച്ചി അറിയിക്കണമായിരുന്നു. നിങ്ങളൊക്കെ ഇതൊരു കേമം വിവാഹബന്ധമായിട്ടാണല്ലോ കണ്ടത്. ഞാനോ അച്ഛനോ എന്തെങ്കിലും പറഞ്ഞ ഇനി അതിന്റെ കുറ്റവും കൂടി ഞങ്ങൾ കേൾക്കേണ്ടി വരും. പിന്നെ അരുൺ ഇഷ്ടപ്പെട്ടത് ആ കുട്ടിയെയല്ലേ, അല്ലാതെ കാറും സ്വർണ്ണമൊന്നും അല്ലല്ലോ. ആ നാണക്കേട് ഞാനങ്ങ് സഹിച്ചോളാന്ന് അരുൺ പറഞ്ഞ എനിക്ക് മറുപടി ഇല്ലാതാവില്ലേ അപ്പച്ചി? നരേട്ടൻ അന്നേ പറഞ്ഞതാ, അമ്പാടിക്കാരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് മകളെ അയക്കാൻ ആർക്കേക്ക് കഴിയില്ലെന്ന്. അതിപ്പോ സത്യമായി. പീഡനക്കേസ് വാദിച്ചേ അതീന്ന് കിട്ടുന്ന ആ പണം കൊണ്ട് മകളുടെ കല്യാണം നടത്താനാ ആർക്ക് പ്ലാൻ ചെയ്തത്. അതിപ്പോ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ആയില്ലേ. വലിയ തുകയായിരുന്നു കേസ് ജയിച്ച ധനപാലൻ ആർക്കേക്ക് ഓഫർ ചെയ്തിരുന്നത്. അവസാനം പ്രതിഫലം പോയിട്ട് ഫീസ് പോലും കിട്ടിയില്ലെന്ന് അറിഞ്ഞത്. കയ്യിലുള്ള സമ്പാദ്യം കൊണ്ട് ആർക്കെ തട്ടിക്കൂട്ടി ഒരു കല്യാണം നടത്തി. അമ്പാടിക്കാരുടെ സ്റ്റാറ്റസിനായിപ്പോ മങ്ങലേറ്റത്. അന്നേ അച്ഛൻ പറഞ്ഞതാ ആർക്കെ അമ്പാടിയെക്കാളും 10 പടി താഴെയാന്ന്. സിത്താരെ, ഇതൊന്നും നല്ലതിനല്ല. നീ ഒരു പെണ്ണാ. ഏടത്തേക്ക് ഇത് പറയുമ്പോ കൊള്ളാൻ കാരണം എന്താ? ഞാനൊരു പെണ്ണ് തന്നെയാ, അതെനിക്കറിയാം. ഒരു 100 പവനെങ്കിലും ഉണ്ടോ അപ്പച്ചി? എനിക്കത് കണ്ടിട്ട് തോന്നുന്നൊന്നുമില്ല. ഉണ്ടാവില്ല. ഏതോ ജുവല്ലറിന്നേ 80 പവൻ സ്വർണം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ നിലയ്ക്ക് ഞാനൊരു 200 പവനാ പ്രതീക്ഷിച്ചത്. അതും കിട്ടിയില്ല.